ആനുകാലിക സംഭവങ്ങളിലൊക്കെ വളരെ തൽപരരാകുന്ന ഒരു സദസ്സാണ് നർമ്മകേരളി സദസ്സ്. നിങ്ങളുടെ മനസ്സിലുള്ളതാണ് ഇവിടെ വേദിയിൽ കൂടി ഡോക്ടർ തോമസ് മാത്യുവും സംഭവവും വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. കാളകളെ കൊണ്ട് പുറകെ മുട്ടിയിരിക്കുകയാണ് ഇവിടെ. അങ്ങനെയുള്ള കെട്ടുപൊട്ടിച്ച് യാതൊരു അച്ചടക്കവും പാലിക്കാത്ത കുറെ രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് അദ്ദേഹം ഈ പൊളിറ്റിക്കൽ സെറ്റയറിൽ കൂടി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നിയമസഭാ റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് അവരെന്തെങ്കിലും തമാശ പറഞ്ഞോന്നാണ്. അങ്ങനെ ഞാൻ കുറേയധികം തമാശകൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. കുറേയൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇത് പറയാനുള്ള ഒരു അനുകൂല സന്ദർഭം ഇതുവരെ ഉണ്ടാകാതിരുന്നുകൊണ്ടാണ് ഞാൻ ഈ നിയമസഭയിൽ നമ്മുടെ സാമാജികർ പറഞ്ഞ ഇത് യഥാർത്ഥ സംഭവങ്ങളാണ്, അല്പം പോലും അതിശയോക്തിയില്ല. 12ാം നിയമസഭയിൽ ബിനോയ് വിശ്വം, മന്ത്രി ബിനോയ് വിശ്വം, വനം വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വം കാട്ടിലെ ആനകളുടെ ജനസംഖ്യയെപ്പറ്റി ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ മരിച്ച ആനയെന്ന് പറഞ്ഞു. അപ്പോൾ പി സി ജോർജ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, മന്ത്രിയുടെ പ്രയോഗം ഭാഷാപരമായി ശരിയല്ല. ആന മരിച്ചു എന്ന് പറയാറില്ല. ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ബിഷപ്പുമാർ കാലം ചെയ്താൽ മരിച്ചാൽ കാലം ചെയ്തു എന്ന് പറയും. തിരുവിതാംകൂർ മഹാരാജാവ് മരിച്ചാൽ നാട് നീങ്ങിയെന്ന് പറയും. കൊച്ചി രാജാവ് മരിച്ചാൽ തീപ്പെട്ടു എന്ന് പറയും. നാടക നടന്മാർ മരിച്ചാൽ അരങ്ങൊഴിഞ്ഞു എന്ന് പറയും. പക്ഷെ ആന മരിച്ചാൽ ആന ചെരിഞ്ഞു എന്നാണ് പറയുന്നത്, അല്ലാണ്ട് മരിച്ചു എന്നല്ല. ബിനോയ് വിശ്വം സരസനാണെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞു, പി സി ജോർജ് മരിക്കുമ്പോൾ ഞങ്ങൾ ചെരിഞ്ഞു എന്ന് തന്നെ പറയാമെന്ന്. ശ്രീ ലോനപ്പൻ നമ്പാട് അദ്ദേഹം പല രസങ്ങളും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു ദിവസം നിയമസഭയിൽ നിന്ന് രാത്രി റോഡിലൂടെ നടന്നു വരികയായിരുന്നു. 2-3 പേരുണ്ട്. പെട്ടെന്ന് കറണ്ട് പോയി. സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡ് നല്ല ഇരുട്ടായി. പെട്ടെന്ന് പിന്നിലെന്തോ ശബ്ദം കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു ഓട്ടോറിക്ഷ ആരോ തള്ളിക്കൊണ്ട് വരുന്നുവെന്ന് തോന്നുന്നു, ഒന്ന് മാറിക്കൊടുക്കാൻ പറഞ്ഞു. അത് അടുത്തെത്തിയപ്പോഴാണ് വേറൊരാൾ പറഞ്ഞു, അയ്യോ ഇത് ആട്ടോ ഒന്നുമല്ല, TH മുസ്തഫ നടന്നു വരുന്നതാണ്. മനുഷ്യരും കാലവും ഒരു കുടുംബം പോലെ കഴിഞ്ഞ നമ്മുടെ ബാല്യകാലത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. വിത്തുകാല, അമ്പലക്കാല, മുതുകാല, ഇറച്ചിക്കാല, വണ്ടിക്കാല, ഉള്ളകാല, ഇങ്ങനെ എത്ര തരം കാലകൾ. കാളകളും മനുഷ്യരും ഒരു കുടുംബം പോലെ കഴിഞ്ഞ ആ പഴയ കാലത്തിലേക്ക് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏതൊരാളമായോ ഏതൊരു സംഭവമായോ ഇതിലെ സന്ദർഭങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. രംഗത്ത് സർവശ്രീ പത്മാവതി വിജയകുമാർ, മുട്ടത്തറ വിദ്യാധരൻ, ആര്യനാട് സുഗതൻ, ഡോക്ടർ സതീഷ്, ദിലീപ് ദേവ്, മണിക്കട്ടൻ ചവറ, സുരേഷ് കുമാർ, വേണുകുമാർ, അരുൺ എസ്, ശ്രീമതിമാർ, ഗ്രേസി ശ്രീകാന്ത്, ശ്രീകല സുരേഷ്, കുമാരി അനിഷ തോമസ്, സാങ്കേതിക സഹായം അഭിലാഷ്, സംഗീതം ശബ്ദവും വെളിച്ചവും അജന്ത, ചമയം വസ്ത്രാലങ്കാരം ശശി പൂജപ്പുര, രചന സംവിധാനം ഡോക്ടർ തോമസ് മാത്യു. കയറ് പൊട്ടിച്ച കാളകൾ. ചേച്ചി 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 എന്താ അവിടെ പറഞ്ഞോനെ? എന്റെ പൊന്ന് ചേച്ചി, ഈ തൊഴുത്തല്ല ഇങ്ങനെ തുറന്നിട്ടേച്ച് എവിടെ നടക്കുക ഇത്? കാളകൾ എവിടെ, പശുക്കൾ എവിടെ, ഒന്നും കാണുന്നില്ലല്ലോ. എല്ലാവരും മേയാൻ പോയിരിക്കല്ലേ. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പുളിങ്കുരുവൊക്കെ വേർച്ചെടുക്കണ്ടേ? പുളിങ്കുരുവും കാടി ഉണ്ടാക്കുന്നതിന് ഭക്ഷണം. ചേച്ചിയെ കൊണ്ട് ഞാൻ തോറ്റു. കാളകളെയും പശുക്കളെയും മക്കളെ പോലെ കരുതുന്ന ഒരു ചേച്ചി. എന്റെ പൊന്ന് ചേച്ചി,
ഞാൻ എത്ര നാളായിട്ട് പറയും ഈ കാളകളെ പശുക്കളെ എനിക്ക് താ. ഞാനാണെങ്കിൽ പട്ടണത്തിൽ കൊണ്ടുപോയി ഇവയെ ഒരു പകുതി എണ്ണത്തിന് വണ്ടിക്കാളകളാ. ബാക്കിയുള്ളതാ പട്ടണത്തിലെ ഹോട്ടലുകളിലൊക്കെ ഇപ്പൊ ബീഫ് എന്ന് പറഞ്ഞാൽ എന്താ റേറ്റ്. വെറുതെ എന്തിനാ ചേച്ചി ഇതിനെയല്ല ഇങ്ങനെ പുളിങ്കുഴുവും താടിയും എല്ലാം കൊടുത്ത് ഇങ്ങനെ വിത്തുകാളുകളെ പോലെ വളർത്തുന്നത്? ഇല്ല എന്റെ പൊന്നോളപ്പെടുന്നോനെ, ആ കാര്യം മാത്രം പറയരുത്. അവരെന്റെ മക്കളാ, അവരെന്റെ മക്കളെ പോലെ ഞാൻ അവരെ വളർത്തുന്നത്. ഞാൻ കൊല്ലാൻ വിട്ടു തരത്തില്ല. ഈ ചേച്ചിയെ കൊണ്ട് ഞാൻ തോറ്റു. ചേച്ചി എന്താ സ്വന്തം കുടുംബത്തെ പറ്റി ഓർക്കാത്തത്? കാളപ്പുര വാസു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ശരിയാ, ഇഷ്ടം പോലെ കാളകളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വളർത്തിയ ഒരു കാള ഒറ്റ കുത്തിയതേ ഉള്ളൂ, ചത്തുപോയി. ചേച്ചിയെ വിധവയാക്കിയ കാളകളെയാ ഇപ്പൊ ഇവിടെ വളർത്തി പോറ്റിക്കൊണ്ടിരിക്കുന്ന ഓർമ്മ വേണം. പോട്ട് അത് കണ്ട് ഭയന്ന മകൻ അന്ന് നാട് വിട്ടുപോയി. ഇപ്പോ ഭർത്താവുമില്ല, മകനുമില്ല, ഉള്ള കാളകളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. പക്ഷേ ഇന്ന് മുതൽ ചേച്ചി ഇനി പുളിങ്കുരു ഉണ്ടാക്കേണ്ടതില്ല. നല്ലൊരു സദ്യ ഉണ്ടാക്കിക്കോളൂ. നമുക്കിന്നൊരു അതിഥിയുണ്ട്. അതിഥിയോ? ആ എനിക്കോ? അതെ. വേറെ വല്ല പറ. എടാ കൊച്ചു കള്ള, ഇങ്ങ വാ. ഒന്ന് സൂക്ഷിച്ച് നോക്കി. ഇതാരാ? ഇതെന്റെ മോനല്ലേ? മോനല്ലേ? നീ അന്ന് ഒളിച്ചോടി പോയതല്ലേ? അമ്മേ, ഇത് വെറും കോലല്ല. ഓടിപ്പോയി ഗുജറാത്തിലെത്തി ജോലിയായി ഒരു ഗുജറാത്തി പെണ്ണിനെ കല്യാണം കഴിച്ച് 2 ചിന്ന ഗുജറാത്തുകളുണ്ട്. ആ അമ്മയെ വന്ന് കാണാനുള്ള ആ ഒരു ജാല്യത, ഒരു വിഷമം. അയ്യോ, നീ മാത്രമല്ല എനിക്ക് പോൻ. എനിക്കിവിടെ ഒരുപാട് മക്കളുണ്ട്. എല്ലാ കാളകളും പശുക്കളും അവരെല്ലാവരും ദാ വരുന്നു. കണ്ടോ എന്റെ മക്കളെ? കണ്ടോ ഇവർക്ക് എന്നോട് എന്ത് സ്നേഹമാണെന്ന് അറിയാമോ? സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ ഈ ഇടത്ത് നിൽക്കുന്ന മക്കളും ആ വലത്ത് നിൽക്കുന്ന മക്കളും കൂടെ ഒരു കണ്ണ് തെറ്റിയാൽ മതി, അപ്പൊ തൊഴുത്തിക്കുത്ത്. നീ പോണ, അങ്ങനെയൊന്നും അല്ല. എന്റെ മക്കൾക്ക് എന്നോട് എന്ത് സ്നേഹമാണ്. അഭയമാ ജനനീ എന്താ സ്നേഹം. മോനേക്ക് വാ, ഇങ്ങ് വാ. ഈ ഓരോ കാളകളായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് ഏമൻ കാള, കാട്ടക്കാള. കണ്ടില്ലേ? നിന്റെ അമ്മ ഇവരെ തന്നെ നിയന്ത്രിക്കാനുള്ള ചാട്ട ഇവനെയായി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാ വെപ്പ്. അതൊരു വെപ്പാണ്. പിന്നെ ഇത് മുതുകാള, കളരിക്കാള. ഇത് നല്ല ഉശിരുള്ള പോരു കാളകളാ. ഇത് കണ്ടോ? എന്റെ മക്കളാ. ഇത് നന്ദിനി പശു, ഇത് പൂവാലി പശു.
കണ്ടോ ഇവരെയൊക്കെ നോക്കാൻ ഞാൻ ഇവളെയാ ഏൽപ്പിച്ചിരിക്കുന്നത് നന്ദിനി. ഇവരെല്ലാം ഇവളാ വാച്ച് ചെയ്യുന്നത്. ഇവനെ വാച്ച് ആൻഡ് ട്രൈ. എന്റെ പൊന്നമ്മേ, ഈ പക്ഷികളെ കളിപ്പിച്ചൊന്നും നിൽക്കാതെ അമ്മ ഇവരെ എന്തോ ഒക്കെ ഒരുക്കി വെച്ചിരിക്കുന്നല്ലേ പറഞ്ഞത്. എനിക്കൊരു കാര്യം പറയാം. എന്താ ഈ തരുന്ന പുളുമ്പുരു കൊണ്ട് സത്യത്തിൽ അമ്മേ ഞങ്ങൾക്ക് ഒന്നും തരാം. അതുകൊണ്ട് ഇതൊരു 3 ഇരട്ടിയായിട്ടെങ്കിലും ഈ പുളുമ്പുരും കാര്യം കൂട്ടുമെന്നാണ് എന്റെ കണ്ടോ സീരിയും പാമ്പ പോലെ നിൽക്കുന്ന ഒരു പുളുങ്കുരുവിന്റെ കാര്യം കണ്ടപ്പോ ഒന്നായി. എല്ലാവർക്കും 3 ഇരട്ടി എന്ന് പറയാൻ എന്താ ആവേശം. എന്റെ പൊന്ന് ചേച്ചി കടം കയറി കുത്തുപാല എടുത്തിരിക്കുക. ഞാൻ എവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിരിക്കുക. കണ്ടല്ലോ എന്റെ അമ്മയുടെ 3 ഇരട്ടിയ പുളിക്കുരി വേണം പറയുന്നു. ഏതോ അതെ ശരി. അല്ല ഇതും പുളിങ്കുരുവിന്റെ പ്രശ്നമാ. എന്താ അല്ല ഗുജറാത്തിൽ നിന്ന് കുറ്റിയും പറിച്ച് വന്നിരിക്കുകയല്ലേ. ഇവിടെ വീടെടുക്കണം, ചില ചെലവുകളുണ്ട്. നമ്മുടെ എങ്ങാനും പണമുണ്ടോ എന്ന് ചോദിച്ചോണ്ടാ വന്നിരിക്കുന്നത്. പണമെന്നൊക്കെ പറയുമ്പോ അല്ല ചേച്ചിയുടെ പൊന്നെന്തേലും ഉണ്ടെങ്കിൽ പറയാൻ ഇനിയിപ്പം ഇതെല്ലാം കൊല്ലം സുപ്രീമാണോ ചേച്ചി? സ്വർണ്ണം അല്ലതാ. മനസ്സിലായി. ഒരു കാര്യമില്ലേ, ഈ മോതിരമുണ്ട്, കൊണ്ടുപോയി പറയാൻ ചോളം എന്താന്ന് വെച്ചാൽ ഇത് സ്വർണ്ണമാണോ? എനിക്ക് ജയിലിൽ കിടക്കാൻ വയ്യ. ആണോ? അപ്പൊ അവസാനത്തെ മോതിരം മക്കളായി ഇങ്ങനെ വേണം. അമ്മയുടെ അവസാനത്തെ മോതിരം പണയം വെച്ച് ജീവിക്കണേ. അപ്പോ പോയി പണയം വെച്ച് പൈസയൊക്കെ എടുത്ത് അഡ്വാൻസ് കൊടുത്തിട്ട് വന്നാട്ടെ. പറഞ്ഞപോലെ ചേട്ടാ നീ അവിടെ ചെന്ന നിന്നെ അവർക്ക് അറിയത്തില്ല. ചേച്ചി ഞാൻ തന്നെ പോയി ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കാം. അല്ലെങ്കിൽ ചേച്ചിയുടെ മോതിരം അടിച്ചുകൊണ്ട് വന്നാന്ന് വിചാരിക്കും. ഞാനിവിടെ പോവാം. മോനെ പാ. എന്റെ മക്കള് എന്താ പ്രശ്നം? വാർത്ത കുറഞ്ഞ ഒരു കാളക്കുട്ടിക്ക് നമ്മളെ തോറ്റ് പ്രവേശനം നൽകിയെന്ന് പറഞ്ഞ് കാളക്കുട്ടികളെല്ലാം വലിയ പ്രശ്നമാ. അതിന് ആ കാളക്കുട്ടികൾക്ക് നേരെ നമ്മുടെ വെടിക്കാളം തുരുതുരെ വെടിവെച്ചു. അതാണോ പ്രശ്നം? അല്ല, ആ കാളക്കുട്ടികളുടെ ദേഹത്തൊന്നും തുരുതുരെ വെടിവെച്ചിട്ടും ഒരു വെടി പോലും കൊണ്ടില്ല. അതാണ് അമ്മേ പ്രശ്നം. ഓ അതാണോ? ഇതിലൊരു കുഴപ്പമില്ല. അവൻ ഇന്ന് വരെ വെച്ചിട്ടുള്ള ഒരു വെടി ഏറ്റിട്ടില്ല. അയ്യോ അയ്യോ അവര് സ്വത്തായിട്ടിരിക്കുക, അവരൊരു സ്ഥാനങ്ങളിലിരിക്കുക. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ ശരിക്കാളെ ഓക്കെ ഓക്കെ. ചേച്ചി ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ അടങ്ങ്. ചേച്ചി ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ചേച്ചി തൽക്കാലം ഒരു അന്വേഷണം നടത്താമെന്ന് പറ. നടത്താൻ ഞാൻ പറഞ്ഞു, അന്വേഷണം നടത്താമെന്ന് ഞാൻ പറഞ്ഞല്ലോ.
അന്വേഷണം നടത്താം. ഞാൻ അന്വേഷിച്ചിട്ട് വിവരം പറയാം. നിങ്ങൾ ജയിലിൽ